താമരപ്പൂ മാലയിട്ട് പൊട്ടു തൊട്ടു സൂര്യപുത്രി കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുക. എന്താ സാർ പ്രശ്നം? ഒന്നുമില്ല. അങ്ങനെ അങ്ങ് പറഞ്ഞൊഴിയാ സാർ. സാറിനെ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് നാള് കുറച്ചായില്ലേ. ഇപ്പോ സാറിന് എന്തൊക്കെയോ മാറ്റമുണ്ട്. അഖിലയ്ക്ക് വെറുതെ തോന്നുന്ന തോന്നലല്ല, ചിലതൊക്കെ ഞാനും അറിഞ്ഞു. വേണ്ട സാർ, വാശിയും വൈരാഗ്യം ഒന്നും വേണ്ട. ഉപദേശിക്കുകയല്ല, സാറിന്റെ അവസ്ഥ മനസ്സിലാക്കാതെ പറയുന്നതുമല്ല. എന്റെ അനുഭവത്തിൽ നിന്നാ ഞാൻ പറയുന്നേ. ഒന്നും ചോദിക്കരുതെന്ന് വിചാരിച്ചതാ, പക്ഷെ പറ്റുന്നില്ല. വെറുക്കാനും അകലാനും ഒരുപാട് എളുപ്പാ, പക്ഷെ അടുക്കാനാ വിഷമം. അതാ എന്റെ അനുഭവം. അങ്ങനെയൊന്നും സാറിനോ ഭാര്യയ്ക്കോ ഉണ്ടാവരുത്. ഞാൻ ഇറങ്ങുക സാർ. എടാ, ഒന്നിങ്ങ് വന്നേ. എന്താണാവോ അടുത്ത പരിപാടി? പുതിയ വരദൂഷണം വല്ലതുണ്ടോ? ഉണ്ട്. ഇതാ, നിന്റെ ഇളയ പെങ്ങള് സാഹിത്യകാരിയാകാൻ പോവുക. വായിച്ചു നോക്ക്. ഇപ്പൊ ലേഖനയുള്ളൂ, ഇനി നോവൽ എഴുതി തുടങ്ങും. എവിടെ അവള്? എന്താണിത്? പറയടേ, ഇത് എഴുതിയത് നീയാണോ? ഇതിനാണോ നിന്നെ ഞാൻ പഠിപ്പിക്കുന്നത്? ഇതിനാണോ ഉടുത്തിറങ്ങി വേഷം കെട്ടി എന്ന് ഇവിടുന്ന് ഇറങ്ങുന്നത്? പറയടേ, എടി പറയാൻ. ഇല്ലാത്ത കാശും മുടക്കി നിന്നെ കെട്ടി എഴുന്നള്ളിച്ച് വിടുന്നത്
കണ്ടവന്മാരൊക്കെ പ്രേമിച്ചെടുക്കാനല്ലേ? ആരാടി അവൻ? ആർക്കാടി നിന്നോട് ഇത്ര? എടി പറയാൻ, ആരാവൻ? എന്റെ സീനിയറായിട്ട് പഠിക്കുന്നതാ. അവളെ ഒരു സീനിയർ. എത്ര നാളായി തുടങ്ങിയിട്ട്? ഒന്ന് അറിയാനാ. നിനക്കൊക്കെ പ്രേമിച്ചെടുക്കാൻ എന്റെ കയ്യിൽ നിന്ന് കാശ് തരുവാൻ തുടങ്ങിയിട്ട് എത്ര നാളായെന്ന് എനിക്ക് കൂടെ ഒന്ന് അറിയണല്ലോ. മനുഷ്യന് ആവശ്യത്തിലധികമുള്ള തലവേദന ഇപ്പോഴേ ഉണ്ട്. ഇനി നീയായിട്ട് ഓർന്ന് ഉണ്ടാക്കി വെച്ചാലുണ്ടല്ലോ. ഞാനായിട്ട് ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ ഇനി നീ ഉണ്ടാക്കും. അതിനാ നിന്റെ കെട്ടിയൊരു കലടി. വെട്ടി അരിഞ്ഞ് കുഴിച്ചു മൂടി ഞാൻ പറഞ്ഞില്ല. അതുകൊണ്ടാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. പഠിക്കുന്ന പേരും പറഞ്ഞ് കണ്ടവന്റെ ഒക്കെ കൂടെ നാട് നിറങ്ങി പ്രേമിച്ചെടുക്കാനാണ് ഇനി നിന്റെ ഉദ്ദേശം. മേലെ ഈ വീട് വിട്ട് നീ പുറത്തിറങ്ങില്ല. ഞാൻ പോകും. എന്താടി നീ പറഞ്ഞു? എനിക്ക് തോന്നുന്ന നേരത്തെ ഞാൻ പോകും. അങ്ങനെ തോന്നിയെടുത്ത് പോകാനല്ലടി തീറ്റ തന്ന് നിന്നെ ഞാൻ വളർത്തുന്നു. അഹങ്കരിക്കുന്നു നീ എന്റെ മുന്നിൽ. നാട്ടിലിറങ്ങി തലവർത്തി നടക്കാൻ പറ്റാതാക്കിയുണ്ടല്ലോ. തൊട്ടു പോരുത് തന്നെ. തൊട്ടാ നീ എന്ത് ചെയ്യൂടി? എന്നെ തുടരുന്നാ പറഞ്ഞേ. എന്ത് ചെയ്താലും അതെല്ലാം സഹിച്ച് കൈയും കെട്ടി നിൽക്കാൻ കല്യാണത്തി അല്ല ഞാൻ. നാട്ടിലിറങ്ങി തലയുയർത്തി നടക്കണം പോലും. സ്വന്തം ഭാര്യ ഇറക്കിവിട്ട വിശേഷമൊക്കെ നാട്ടിലെല്ലാവർക്കും അറിയാം. എന്നിട്ട് ഞങ്ങൾ നടന്നില്ലേ ആ നാട്ടുകാരുടെ മുന്നിൽ കൂടെ തന്നെ? അതുപോലെ അങ്ങ് നടന്നാ മതി ഇനി. എടി വേണ്ട. എന്താടി ഏട്ടനോട് നീ പറഞ്ഞത്? എന്താ പറഞ്ഞത് കാര്യല്ലേ? ഭാര്യ ഇറക്കി വിട്ടില്ലെന്ന് ചോദിക്കുമുണ്ടാകുന്ന അപമാനമൊന്നും എന്റെ കാര്യത്തിൽ ഇവിടെ ആർക്കും ഉണ്ടാകാൻ പോണില്ല. നിർത്തടി. നിനക്കപ്പ ഏട്ടനേക്കാൾ വലുത് നിന്റെ ആ മറ്റവനല്ലേ? ഞങ്ങളെല്ലാം നാണം കെടുത്തിട്ട് നീ അവന്റെ കൂടെ ഇറങ്ങി പോവല്ലേ? പോകും. വേണ്ടി വന്ന ഇനിയുള്ള കാലം സന്ദീപിന് ഇവിടെ ജീവിക്കുകയും ചെയ്യും. എടി കൊന്നുകളെയും നോക്കിക്കോ. അവൾ എന്തെങ്കിലും വിവരക്കേട് പറഞ്ഞെന്ന് വെച്ച് നീ ഒന്നും അത്ര കാര്യാക്കണ്ട സുഖു. പ്രായത്തിന്റെ പക്വത കുറവുകൊണ്ടാ ഈ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നത്. അല്ലാതെ അതിൽ വല്ല കാര്യം ഉണ്ടായിട്ടാണോ? ന്യായീകരിക്ക്. മക്കൾ എന്ത് തെറ്റ് ചെയ്താലും എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും അതിനങ്ങ് ന്യായീകരിച്ചോണം. എന്നാലല്ലേ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റൂ. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്തു? വിവരക്കുറവുകൊണ്ട് അവൾ എന്തോ പറഞ്ഞു, അത് കാര്യാക്കണ്ടെന്ന് പറഞ്ഞാ തെറ്റ്. എന്നാ പിന്നെ അവള് പറഞ്ഞാ ശരിയെന്ന് ഞാനങ്ങ് സമ്മതിച്ചു തരാം. അല്ല പിന്നെ ശല്യം ചെയ്യാതെ പോകുന്നുണ്ടോ? ഈ മുറിക്കകത്തേക്ക് ഞാനും സ്വസ്ഥമായിട്ടിരുന്നോട്ടെ. ഓ പിന്നെ പറയുന്ന കേട്ടാത്തൊന്നും ഞാനാ നിന്റെ സ്വസ്ഥത മുഴുവൻ കളഞ്ഞതെന്ന്. ഓരോന്ന് ചെയ്തു വെച്ചിട്ടിപ്പോ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഒന്ന് ഇറങ്ങി പോകുന്നുണ്ടോ ഇവിടുന്ന്? സൂര്യപുത്രി ഇടവേളയ്ക്ക് ശേഷം തുടരും. സൂര്യപുത്രി തുടരുന്നു. ന്യായീകരിക്ക്. മക്കൾ എന്ത് തെറ്റ് ചെയ്താലും എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും അതിനങ്ങ് ന്യായീകരിച്ചോണം. എന്നാലല്ലേ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റൂ. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്തു? വിവരക്കുറവുകൊണ്ട് അവൾ എന്തോ പറഞ്ഞു, അത് കാര്യാക്കണ്ടെന്ന് പറഞ്ഞാ തെറ്റ്. എന്നാ പിന്നെ അവള് പറഞ്ഞാ ശരിയെന്ന് ഞാനങ്ങ് സമ്മതിച്ചു തരാം. അല്ല പിന്നെ ശല്യം ചെയ്യാതെ പോകുന്നുണ്ടോ? ഈ മുറിക്കകത്തേക്ക് ഞാനും സ്വസ്ഥമായിട്ടിരുന്നോട്ടെ. ഓ പിന്നെ പറയുന്ന കേട്ടാത്തൊന്നും ഞാനാ നിന്റെ സ്വസ്ഥത മുഴുവൻ കളഞ്ഞതെന്ന്. ഓരോന്ന് ചെയ്തു വെച്ചിട്ടിപ്പോ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഒന്ന് ഇറങ്ങി പോകുന്നുണ്ടോ ഇവിടുന്ന്? അതേടാ, ഇനി എന്നെ കൂടെ ഇറക്കി വിട്. അതോടെ സമാധാനാവൂല്ലോ നിനക്ക്. ഇറക്കി വിടും. എന്റെ സ്വസ്ഥതയും സമാധാനം നശിപ്പിക്കുന്ന ഒന്നിനും എനിക്ക് കാണണ്ട. എല്ലാരും ഇറക്കി വിടും ഞാൻ. പോവാൻ. സുഖു,
എന്താ അമ്മേ? കുന്തം. നിനക്ക് ഇനി എന്താ വേണ്ടത്? ഇതെന്തിനാ ഇപ്പൊ എന്നോട് ചൂടാവുന്നേ? പിന്നെ അല്ലാതെ ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഈ കുടുംബത്തെ ഓരോ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനാ ബാക്കിയുള്ളവർ നോക്കുന്നത്. അപ്പൊ എല്ലാം കൂടി എന്റെ തലയിലേക്ക് കയറാന്ന് വെച്ചാല് എടുത്തു ചാടി ഓരോന്നൊക്കെ ചെയ്യുമ്പോ ആലോചിക്കണം. സ്വസ്ഥയ സമാധാനമൊക്കെ പോകുന്നു. അല്ലാതെ എന്റെ നെഞ്ചത്തോട്ട് കയറിയുണ്ടായില്ല. അതിനിപ്പോ ഞാൻ അമ്മയോടൊന്നും പറഞ്ഞില്ലല്ലോ. നീയും പറയടി. എന്തിനാ നീയായിട്ട് മാറി നിൽക്കുന്നത്? നിന്നെയൊക്കെ വഷളാക്കുന്നത് ഞാനാന്ന് നിന്റെ ഏട്ടൻ പറയുന്നത്. നിന്റെ അനിയത്തി കണ്ടില്ലേ പ്രേമിച്ചുകൊണ്ട് നടക്കുന്നത്? അതുപോലെ നീയും ഏതവനെങ്കിലും പ്രേമിക്ക്. എന്നിട്ടേ നാട് തെണ്ടി നടക്ക്. എന്നിട്ടൊടുക്ക് ഇങ്ങോട്ട് കയറി വരാഞ്ഞാ മതി. വെറുതെ അല്ലേ ഏട്ടൻ പറയുന്നേ? ഇതല്ലേ സ്വഭാവം? അതേടി, നീയും കൂടിക്കും അവന്റെ കൂടെ. എന്നിട്ട് എങ്ങനെയെങ്കിലും ഈ തള്ള അങ്ങ് ചവിട്ടി പുറത്താക്ക്. പിന്നെ എല്ലാവർക്കും സുഖിച്ച് വാഴാല്ലേ ഇവിടെ. ഇതെവിടെയായിരുന്നു അച്ഛാ ഇത്രയും നേരം? എന്താ മോളെ? എന്താന്നോ ഇത്രയൊന്നും വൈകാറില്ലല്ലോ എവിടെ പോയാലും. ഇന്ന് എന്തു പറ്റി? ഇന്ന് ഞാനങ്ങ് വൈകി. അതെന്താന്നാ ചോദിച്ചത്. അതൊക്കെ ഉണ്ട് മോള്, വാ പറയാം. എന്താ അച്ഛാ? വാന്നേ. എന്താന്ന് പറ. പറയാന്ന് പറഞ്ഞില്ലേ? അച്ഛാ നിക്ക്. അതിനു മുമ്പ് ചെറിയൊരു അനൗൺസ്മെന്റ് ഉണ്ട്. അനൗൺസ്മെന്റോ? ഈ കണിമംഗലം വീട്ടിലെ എല്ലാ ഭക്തജനങ്ങളുടെയും പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ജോലികളും നിങ്ങൾ നിർത്തിവെച്ച് സദയം എല്ലാവരും വളരെ വേഗം ഈ ഹാളിൽ എത്തിച്ചേരേണ്ടതാണ്. അച്ഛനിത് എന്തു പറ്റി? ഒരുമാതിരി കൊച്ചു കുട്ടികളെ പോലെ. എല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ. ഇനി വിശദമായിട്ടങ്ങ് പറയാം. കാര്യം എന്താന്ന് വെച്ചാ പറ മാഷേ. പറയാം. ഈ നിൽക്കുന്ന എന്റെ പ്രിയപുത്രി മിസ് ദേവയാനി മേനോൻ ഇക്കഴിഞ്ഞ സിവിൽ സർവീസ് ടെസ്റ്റ് ഒന്നാം റാങ്കോടെ പാസ്സായ വിവരം ഇതിനാൽ തെര്യപ്പെടുത്തുന്നു. വഴി വെച്ച് കണ്ടപ്പോ പോസ്റ്റ്മാൻ തന്നതാണിത്. അപ്പോ എന്റെ പ്രാർത്ഥന നീ കേൾക്കുമല്ലേ മോളെ? അച്ഛന് സന്തോഷായി. ഒരുപാട് സന്തോഷായി മോളെ. ഈശ്വരൻ എന്റെ മോളുടെ പ്രാർത്ഥന കേട്ടു. സന്തോഷായില്ലേ ഇപ്പന്റെ മോക്ക്? ഞാൻ പറഞ്ഞതല്ലേ ദേ ഒന്ന് റാങ്ക് കിട്ടൂന്ന്. മൈ ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. എന്തായാലും നമുക്കിതൊന്ന് ആഘോഷിക്കണം, അടിച്ചു പൊളിക്കണം ഇന്നത്തെ ദിവസം. ഇന്നത്തെ ആഘോഷ പരിപാടി സ്പോൺസർ ചെയ്യുന്നത് ഗ്രീഷ്മ മേനോൻ. മോള് ചെലവൊന്നും ചെയ്യണ്ട, അതൊക്കെ ഇവിടെ മാഷ് ചെയ്തോളൂ. അല്ലേ മാഷേ? അതിനെന്താ ശാരദാമ്മേ, ആര് ചെയ്താലും അത് നമ്മുടെ വീട്ടിൽ നിന്നല്ലേ. എന്താ മാഷേ, മാഷ് കേട്ടില്ലേ ഈ കുട്ടി പറഞ്ഞത്? കേട്ടു. അയ്യോ, മോക്ക് റാങ്ക് കിട്ടിയ കാര്യം മുകുന്ദേട്ടനോട് പറഞ്ഞപ്പോ കാണായിരുന്നു പുള്ളിക്കാരൻ്റെ ഒരു സന്തോഷം. ഓ അത് ശരി. അച്ഛൻ എല്ലാവരെയും അറിയിച്ചു കഴിഞ്ഞ് ഒടുവില ഇങ്ങോട്ട് എത്തിയതല്ലേ? അതാ ഇത്ര വൈകിയത്. ആട്ടെ, ഇനി ആരെങ്കിലും അറിയിക്കാനുണ്ടോ ബാക്കി? ഞാൻ മുകുന്ദേട്ടനോട് മാത്രമേ പറഞ്ഞുള്ളൂ. അതെന്റെ ഒരു കടമയല്ലേ. ഏയ്, ഞാൻ വെറുതെ പറഞ്ഞല്ലേ അച്ഛാ. അല്ല, ഇനിയിപ്പോ ആരും പറഞ്ഞറിയിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. എല്ലാവരും താനെ അറിയാൻ പോവല്ലേ. ഈ നാടിന്റെ തന്നെ അഭിമാനാവാൻ പോവല്ലേ ഈ നിൽക്കുന്ന ദേവയാനി മേനോൻ. എല്ലാം ഈശ്വരന്റെ അനുഗ്രഹം. സൂര്യപുത്രി
ഇടവേളയ്ക്ക് ശേഷം തുടരും. സൂര്യപുത്രി തുടരുന്നു. അല്ല, ഇനിയിപ്പോ ആരും പറഞ്ഞറിയിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. എല്ലാവരും താനെ അറിയാൻ പോവല്ലേ. ഈ നാടിന്റെ തന്നെ അഭിമാനാവാൻ പോവല്ലേ ഈ നിൽക്കുന്ന ദേവയാനി മേനോൻ. എല്ലാ ഈശ്വരന്റെ അനുഗ്രഹം. സുഖു, എനിക്ക് കല്യാണി ഒന്ന് കാണണം. സുഖേട്ടൻ, അകത്തേക്ക് വരൂ സുഖു. ഇല്ല, മോളെ, സുഖു വന്നിരിക്കുന്നു. കല്യാണി, വിളിക്കുന്നു മോളെ, ചെല്ലേ. കല്യാണി. അകത്തേക്ക് വാ മോനെ, വാ. വേണ്ട, അവളൊന്ന് വിളിച്ചാ മതി. ചെല്ലു ചേച്ചി, ചെല്ലു മോളെ. അവന്താ അവിടെ നിൽക്കുക. ഞാൻ പോവില്ല. വാശി കളഞ്ഞ് അങ്ങോട്ടൊന്ന് ചെല്ലു കല്യാണി. കല്യാണി, എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കച്ച. കല്യാണി, നിന്നെ കൊണ്ടുവന്നാ ഞാൻ വരുന്നില്ല. പറയച്ച ഞാൻ വരുന്നില്ലെന്ന്. ഞങ്ങളെ ഇങ്ങനെ വിഷമിപ്പിക്കാതെ ഒന്ന് ചെല്ലു മോളെ. അവൻ വിളിച്ചതല്ലേ. ആര് വിളിച്ചിട്ടായാലും ഞാൻ പോവില്ല. കല്യാണി, നീ വരണം എന്റെ കൂടെ. നിന്നെ കൊണ്ടുപോകാനാ ഞാൻ വന്നത്. ചെല്ലു ചേച്ചി, വിളിക്കുന്നത് കേട്ടില്ലേ? കല്യാണി പ്ലീസ്. ഇവിടെ എല്ലാവരും എത്ര പ്രതീക്ഷയോടെ കാത്തിരുന്നതാ സുഖുവേട്ടന്റെ ഈ ഒരു വരവ്. ആരെയും നിരാശപ്പെടുത്തരുത്, വേദനിപ്പിക്കരുത്. പ്ലീസ് ചെല്ല്. എനിക്കൊന്നും കേക്കണ്ട. ഞാൻ പോവില്ല. എന്നെ കൊന്നാലും പോവില്ല. പറയച്ച ഞാൻ വരുന്നില്ലെന്ന്. അവളോട് വരാൻ പറയൂ. എനിക്ക് അവളെ കൊണ്ടുപോകണം. അവളുടെ ഭർത്താവാ വിളിക്കുന്നത്. വരാൻ പറയൂ. അച്ഛൻ പറയുന്ന ഒന്ന് കേക്കുമോളെ. മോൾ അവന്റെ കൂടെ പോണം. അവൻ വന്ന് വിളിച്ചതല്ലേ. ചെല്ലു മോളെ. ഞാൻ പറഞ്ഞല്ലോ അച്ഛ, ഞാൻ വരില്ല. എന്നെ ഇവിടെ ഉപേക്ഷിച്ച് പോയല്ലേ. എന്റെ കുഞ്ഞിനെ വരെ തള്ളി പറഞ്ഞല്ലേ. അങ്ങനെ ഒരാളുടെ കൂടെ ഇനി എന്ത് ധൈര്യത്തിലാണ് ഞാൻ ഇറങ്ങി പോകേണ്ടത്? ഞാൻ പോവില്ല. ജീവനോട് എന്നെ ഇവിടുന്ന് കൊണ്ടുപോകാനും ആരും കരുതണ്ട. അതിനു വേണ്ടിയാ കാത്തു നിൽക്കുന്നെങ്കിൽ സമയം കളയത് പോകാൻ പറ അച്ഛ. അവള് പറഞ്ഞത് കേട്ടില്ലേ? എനിക്ക് അവളെ ഒന്ന് കാണണം. എനിക്കാരെയും കാണണ്ട.